തൃക്കൈപ്പറ്റയിൽ ലീഗ് നിർമ്മിച്ച 51 വീടുകളിലേക്കാണ് ഇന്നു മുതൽ 30 വരെ താമസക്കാർ ഘട്ടം ഘട്ടമായി എത്തുന്നത്. ഗുണഭോക്താക്കളുടെ സ്വകാര്യത മാനിച്ച് ഈ ദിവസങ്ങളിൽ പ്രദേശത്തേക്ക് പൊതുജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും പ്രവേശനമുണ്ടായിരിക്കില്ലെന്ന് മുസ്ലിം ലീഗ് അറിയിച്ചിട്ടുണ്ട്. ദീപക് മോഹൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ആ സ്ഥലത്ത്. ദീപക്, വളരെ സന്തോഷമുള്ളൊരു വാർത്ത നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. ഏറ്റവും മനോഹരമായി നിർമ്മിച്ച ഈ വീടുകൾ തൃക്കൈപ്പറ്റയിൽ ഇന്നിപ്പോൾ വീട്ടിലേക്ക് താമസക്കാർ ഓരോരുത്തരായിട്ട് എത്തുകയാണ്. ഫർണിച്ചർ അടക്കമാണ്, നല്ല സംവിധാനമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. കണ്ടാൽ ഒരു റിസോർട്ട് പോലെ എന്ന് പലരും പറയുന്നതൊക്കെ നമ്മൾ കേട്ടു. മനോഹരമായ സ്ഥലത്തേക്ക് ദുരന്തബാധിതരായ മനുഷ്യർ തിരികെ വരികയാണ്. ജീവനൊഴിച്ച് നഷ്ടപ്പെട്ടതെല്ലാം അവർക്ക് തിരികെ കൊടുക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ എത്ര പേരാണ് എത്തുന്നത്? എന്തെങ്കിലും ചടങ്ങോ മറ്റോ ഉണ്ടോ ദീപക്? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. വളരെ സന്തോഷമുള്ളൊരു സുപ്രഭാതമാണ്. കാരണം ഇന്നിപ്പോൾ ഈ മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി നിർമ്മിച്ചു നൽകിയ വീടുകളിലേക്ക് കൂടുതൽ ആളുകൾ, അതായത് ഗുണഭോക്താക്കൾ ഇന്ന് എത്തുന്നുണ്ട്. പ്രധാനമായും 51 വീടുകളാണ് ഇന്ന് കൈമാറുക. അതായത് മേപ്പാടി പഞ്ചായത്തിലെ തന്നെ തൃക്കൈപ്പറ്റയ്ക്ക് അടുത്തുള്ള വെള്ളിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് 11.5 ഏക്കർ ഭൂമി മുസ്ലിം ലീഗ് ആദ്യം ദുരന്തബാധിതർക്കായി വീടുകൾ നിർമ്മിക്കാനായി കണ്ടെത്തിയത്. ആ 11.5 ഏക്കർ ഭൂമിയിൽ 51 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട്. ആ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായ വീടുകളിലേക്ക് ഇന്ന് മുതൽ ഈ വരുന്ന 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് എത്താം, അവർക്ക് ഈ വീടുകളിലേക്ക് വരാം എന്ന് മുസ്ലിം ലീഗ് അറിയിച്ചിട്ടുണ്ട്. ഗുണഭോക്താക്കളുടെ സ്വകാര്യത മാനിച്ച് അത് ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കോ പൊതുജനങ്ങൾക്കോ ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല എന്ന് മുസ്ലിം ലീഗ് അറിയിച്ചിട്ടുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി അണിയിച്ചൊരുക്കിയ വീടുകളാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വെള്ളിത്തോടുള്ള മനുക്കുന്ന് മലയുടെ താഴ്വാരത്തിലുള്ള ഈ പ്രദേശത്താണ്, അതായത് മേപ്പാടി മുട്ടിൽ സംസ്ഥാന പാതയ്ക്കടുത്താണ് ഈ വെള്ളിത്തോട് ഈ വീടുകൾ ഒരുക്കിയിട്ടുള്ളത്. 1060 സ്ക്വയർ ഫീറ്റിൽ 8 സെന്റാണ് ഓരോ ഗുണഭോക്താക്കൾക്കും വീട് വെച്ച് നൽകിയിട്ടുള്ളത്. എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. നമുക്ക് ഈ വീടിനകത്തേക്ക് കയറാം. ഈ വീടിന്റെ ഗുണഭോക്താവാണ് ഷറഫുദ്ദീൻ ഫൈസി, ചുരമല സ്വദേശിയാണ്. അസ്സലാമു അലൈക്കും. എങ്ങനെയുണ്ട് വീടിൻ്റെയൊക്കെ നിർമ്മാണ പ്രവൃത്തിയൊക്കെ? അൽഹംദുലില്ലാ, ഒക്കെ റാഹത്താണ്. എന്തുകൊണ്ടും മെച്ചപ്പെട്ട വീടാണ്. വളരെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തത്ര സൗകര്യങ്ങളോട് കൂടിയുള്ള വീടാണ്. റാഹത്തായി തന്നെ വീടിന്റെ നിർമ്മാണ പ്രവൃത്തിയൊക്കെ പൂർത്തിയാക്കി. വീടിന്റെ അകത്തൊന്ന് ഞങ്ങൾ കാണിച്ചു. അരുൺകുമാർ, നമുക്ക് അകത്തേക്ക് പോകാം. ഫൈസി തന്നെ കൂടുതൽ കാര്യങ്ങൾ വീടിനകത്തുള്ള സൗകര്യങ്ങളൊക്കെ അരുൺകുമാർ, ഇന്ന് ഇവിടെ വലിയ രീതിയിലുള്ള ചടങ്ങുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ വീട്ടിൽ കയറി താമസം എന്നുള്ള രീതിയിൽ പാലുകാച്ചിന് പോലുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട് അല്ലേ? എങ്ങനെയാ പരിപാടി? ഉണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട സമസ്തയുടെ ജില്ലാ പ്രസിഡന്റ് KT ഹംസ ഉസ്താദ് ഒരു 9:15 ആകുമ്പോഴേക്കും ഇവിടെ എത്തും. അപ്പം അങ്ങനെ ഉസ്താദ് വന്നിട്ടൊരു ചടങ്ങ് നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. ചെറിയ രീതിയിലൊരു പാലുകാച്ചൽ ചടങ്ങ് നടത്തുവാൻ വേണ്ടി തന്നെ അടക്കമാണോ ലീഗ് തന്നത്? അവിടെ കാണുന്ന ഫർണിച്ചറും ലീഗ് തന്നെ തന്നതാണോ? അരുൺകുമാർ, മുൻപ് നമ്മൾ ഈ വീടിൻ്റെയൊക്കെ ലൈവ് എടുത്തിരുന്നു. ആ സമയത്തൊക്കെ വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഏകദേശം പൂർത്തിയായിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഫർണിച്ചർ അടക്കം ആണ് മുസ്ലിം ലീഗ് വാങ്ങി നൽകിയത്. ഓരോ വീടുകളിലും കട്ടിലുണ്ട്, അതുപോലെ തന്നെ ഹാളിൽ വേണ്ട മേശ, അതുപോലെ തന്നെ സോഫ സെറ്റി. ഇതൊരു റൂമാണ്, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റൂമാണ്. തൊട്ടടുത്ത് തന്നെ മറ്റൊരു റൂമുണ്ട്. അങ്ങനെ 3 റൂമുകൾ, 2 ബാത്റൂമുകൾ, ഒപ്പം അടുക്കള, വർക്കിംഗ് ഏരിയ, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയുണ്ട്. വീട്ടിലേക്ക് ഇപ്പോൾ നമുക്ക് അടുക്കളയിലൊക്കെ കാണാം. അടുക്കളയുടെ കബോർഡിൻ്റെ വർക്കുകളൊക്കെ തീർന്ന് നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ പാത്രങ്ങളുണ്ട്. എല്ലാ സാധനങ്ങളും തന്നെ മുസ്ലിം ലീഗ് എത്തിച്ചിട്ടുണ്ട്. ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷമുള്ള ഒരു ദിവസം തന്നെയാണ്. ഉമ, എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ട് വീടൊക്കെ? അടിപൊളിയാണ് വീട്. സന്തോഷമാണ്. സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? നമുക്ക് ഇവിടെ കാണാം. ഇവരുടെ 9 മണിയോടുകൂടി സമസ്തയുടെ ജില്ലാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ വരവേൽക്കാൻ വേണ്ടി പാലുകാച്ചൽ ചടങ്ങൊക്കെ നടക്കുന്നുണ്ട്. ഈ കബോർഡിന്റെ അടക്കം പണി തീർന്നു. അടുക്കള വരെ എല്ലാം സജ്ജമായി. വീടിനകത്തേക്കുള്ള ഫർണിച്ചറുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ഗുണഭോക്താക്കൾക്ക്, പ്രത്യേകിച്ച് ദുരന്തബാധിതർക്കായി സൗകര്യങ്ങൾ ഒരുക്കി ഇവിടെ ഈ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവൃത്തി. ചോദിക്കൂ, വീട്ടിലേക്ക് കയറിയപ്പോൾ എന്താണ് അദ്ദേഹത്തിന് എന്തെങ്കിലും വാങ്ങേണ്ടി വന്നിരുന്നോ എന്നൊന്ന് ചോദിക്കുവോ? വീട്ടിലേക്ക് വന്ന സമയത്ത് സഖാഫിക്ക് എന്തെങ്കിലും വാങ്ങേണ്ടതായിട്ടൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ വന്നപ്പോൾ ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് വേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം ഫർണിച്ചറൊക്കെ പാർട്ടി തന്നെ തന്ന്. അപ്പോൾ ഇനി നമ്മളൊന്നും ഇവിടെ കയറിയാൽ മതി. അപ്പോൾ വളരെ സന്തോഷമാണ് ആ വിഷയത്തിലൊക്കെ. പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ ഉണ്ട്, പിന്നെ അലമാരുണ്ട്, ഫാനുണ്ട്,
എല്ലാവരും തരുന്നുണ്ട്, എല്ലാം തരുന്നുണ്ട്, സന്തോഷമാണ്. കുമാർ, വളരെ സന്തോഷമുള്ള ഒരു നിമിഷം തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഒന്നും അവർക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നിട്ടില്ല. വീട്ടിലേക്കുള്ള ഗൃഹോപകരണങ്ങളായിക്കോട്ടെ, ഈ ഫർണിച്ചറുകളായിക്കോട്ടെ എല്ലാം മുസ്ലിം ലീഗ് നൽകി എന്നാണ് ഗുണഭോക്താക്കൾ അടക്കം പറയുന്നത്. ഏതായാലും ഇന്നു മുതൽ ഈ വീടുകളിലേക്ക്, അതായത് ഈ 51 വീടുകളിലേക്കുള്ള ഗുണഭോക്താക്കളൊക്കെ തന്നെ രാവിലെ മുതൽ എത്തിത്തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ദീപക്. കൂടുതൽ ആളുകൾ എത്തട്ടെ, അവരുടെ സ്വകാര്യത മാനിക്കുക. അതേസമയം തന്നെ ആ സന്തോഷ വാർത്ത പുറം ലോകത്തെ അറിയിക്കുന്നു. അപ്പോൾ ലീഗ് വെച്ച് നൽകുന്ന തൃക്കൈപ്പേറ്റയിലെ 51 വീടുകളിൽ ഇന്നിപ്പോൾ ആളുകൾ വന്ന് പല ഘട്ടങ്ങളിലായിട്ട് താമസിച്ചു തുടങ്ങും. ആ ഉമ്മയ്ക്കൊക്കെ വലിയ സങ്കടത്തിലിരുന്ന മനുഷ്യരാണ് അല്ലേ? അവരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി, അത് ലീഗിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മനോഹരമായ വീടാണ്. ഏതെങ്കിലും ഒന്ന് പേരിന് കാട്ടിക്കൂട്ടുകയല്ല, സ്ഥലം വാങ്ങിച്ചിട്ട് കല്ലിട്ടിട്ട് പോവുകയല്ല അവർ ചെയ്തത്. അവരവിടെ വീട് വെച്ച് നല്ല ഉറപ്പുള്ള വീട്ടിൽ നല്ല ഫർണിച്ചറൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് കയറി അടുക്കളയിലേക്ക് വേണ്ടുന്ന സാധനങ്ങളടക്കം, പാത്രങ്ങളടക്കം വാങ്ങിച്ചു കൊടുത്ത്, ഫാന്, ലൈറ്റ്, പാത്രങ്ങൾ, പിന്നെ അവിടേക്ക് ഒരു കുടുംബത്തിന് മിനിമം വേണ്ടുന്നതെല്ലാം കൊടുത്ത്, അവരുടെ കയ്യിൽ നിന്ന് ബക്കറ്റിന് പോലും പൈസ സ്വന്തമായിട്ട് ഇടേണ്ടി വന്നില്ല എന്നുള്ളതാണ്. എല്ലാം കൊടുത്താണ് ആ മനുഷ്യരെ അങ്ങോട്ട് നമ്മൾ പറിച്ചു നടന്നത്. അത് പൂർണ്ണമായിട്ടും ലീഗിൻ്റെ നേതൃത്വം നല്ലൊരു കൈയടിയും അഭിനന്ദനവും അർഹിക്കുന്നുണ്ട്. മനോഹരമായ സ്ഥലത്ത് ഏറ്റവും മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഭവനങ്ങളിലേക്കാണ് 8 സെൻറ്റ് 1600 സ്ക്വയർ ഫീറ്റിലുള്ള വീട് ആണ്. ഇനി സർക്കാരിൻ്റെ വീട് ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്, മറ്റ് വീടുകൾ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ഏറെക്കുറെ സന്തോഷമുള്ള ഒരു വർത്തമാനമാണത്. സങ്കടങ്ങൾ എത്ര കടന്നാണല്ലേ ആ സന്തോഷത്തിലേക്ക് അവരെത്തിയത്.